നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം മാർച്ച് 4-ാം തീയതി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സംസ്ഥാന സർക്കാർ ജീവനക്കാരിക്ക് 2021 ജനുവരി 1 മുതൽ ലഭിക്കുവാനുണ്ടായിരുന്ന DA കുടിശ്ശിക അനുവദിക്കുന്നത് സംബന്ധിച്ച് ഒരു പത്രക്കുറിപ്പ് ഇറങ്ങിയിരുന്നു. ഈ പത്രക്കുറിപ്പിൽ ജീവനക്കാരിക്ക് ലഭിക്കുവാനുള്ള DA കുടിശ്ശിക 8 ഗഡുക്കളായി 2026-27 സാമ്പത്തിക വർഷം മുതൽ അനുവദിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വിശദമായ ഒരു ഉത്തരവ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ജീവനക്കാരിക്ക് 1/1/2021 മുതൽ എത്ര രൂപയാണ് DA കുടിശ്ശിക ഇനത്തിൽ ലഭിക്കുവാനുള്ളത് എന്നത് നമുക്ക് കണക്ക് കൂട്ടാനുള്ള ഒരു ടൂളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. DA കാൽക്കുലേറ്റർ ടൂൾ സംബന്ധിച്ച് നമ്മളുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും പല ജീവനക്കാർക്കും ബേസിക് പേ മാറുന്ന സാഹചര്യങ്ങളിൽ ഇൻക്രിമെൻ്റ് മൂലമോ ഹയർ ഗ്രേഡ് പ്രൊമോഷൻ മൂലമോ ബേസിക് പേ മാറുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് ഈ ഒരു അരിയർ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യമായിട്ട് നമ്മളുടെ ഫേസ്ബുക്ക് പേജിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല എങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യാത്ത എല്ലാ ജീവനക്കാരും ചാനൽ ഫോളോ ചെയ്യുക. അതേ കണക്ക് നമ്മളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. സർക്കാർ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പുതിയ വീഡിയോകളും ക്ലാസ്സുകളും ഒക്കെ നമ്മൾ ഈ ഒരു ചാനലുകളിലൂടെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഫേസ്ബുക്ക് പേജിൽ കയറി നമ്മൾ ആ ലിങ്ക് എടുക്കുകയാണ്. അതല്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും നിങ്ങൾക്ക് സിമ്പിളായിട്ട് എടുക്കാൻ കഴിയുന്നതാണ്. അതിനുശേഷം നമ്മൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു ടൂളിൽ നമ്മൾ പ്രവേശിക്കുന്നതാണ്. അതിനകത്ത് എല്ലാ വിവരങ്ങളൊക്കെ കാണാം. ആദ്യമായിട്ട് നമ്മൾ ജീവനക്കാരൻ്റെ വിവരങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് അടിച്ചു കൊടുക്കേണ്ടതില്ല. അത് ഒന്നുകിൽ നമുക്ക് ABC എന്നോ ജസ്റ്റ് ഒരു കുത്തിട്ട് കൊടുത്താൽ പോലും നമുക്കിത് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ജീവനക്കാരൻ്റെ പേര് എന്ന ഭാഗത്ത് ഞാൻ ജസ്റ്റ് ABC എന്ന് ജസ്റ്റ് ചുമ്മാ ടൈപ്പ് ചെയ്യുകയാണ്. തസ്തിക ഞാനിവിടെ ഒരു ക്ലറിക്കൽ സ്റ്റാഫ് ആയതുകൊണ്ട് ഞാനത് ജസ്റ്റ് ക്ലർക്ക് എന്ന് കൊടുക്കുന്നു. ഓഫീസും അതേ കണക്ക് തന്നെ ABC. അവിടെ ഒന്നും കൊടുത്തില്ലെങ്കിലും യാതൊരുവിധ കുഴപ്പവും ഉണ്ടാകുന്നതല്ല. ഇനി ബേസിക് പേ വിവരങ്ങൾ എന്ന ഒരു ഭാഗത്തോട്ട് പോവുകയാണ്. അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ക്രമ നമ്പർ, തീയതി, ബേസിക് പേ. ഇവിടെ ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/1/2021. ഇവിടെ നമ്മൾ ഈ ഒരു ഡേറ്റ് സെലക്ട് ചെയ്തേക്കുന്നത് നമുക്ക് വർഷത്തിൽ 2 തവണയാണ് നമ്മുടെ DA അനുവദിക്കപ്പെടുന്നത്. ആ ഒരു തീയതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു തീയതിയിൽ നമ്മുടെ ബേസിക് പേ എത്രയാണോ അതാണ് നമ്മൾ ആ ഒരു ബേസിക് പേ എന്ന ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ 1/1/2021 ഭാഗത്ത് നമ്മളുടെ 1/1/2021 നമ്മളുടെ ബേസിക് പേ എന്തായിരുന്നു എന്ന് നമ്മളവിടെ എൻ്റർ ചെയ്യുക. അവിടെ നമ്മൾ റിവൈസ്ഡ് സ്കെയിലിൽ പേ എഴുതിയാൽ മതി. കാര്യം 1/1/2021 നമ്മൾ ഓൾഡ് സ്കെയിലാണ് വാങ്ങുന്നത്. അത് നമ്മൾ കാര്യമാക്കണ്ട. നമ്മളവിടെ റിവൈസ്ഡ് സ്കെയിൽ ഈ ഒരു 11ാം ശമ്പള പരിഷ്കരണ ഉത്തരവ് പ്രകാരം നമ്മളുടെ ബേസിക് പേ എത്രയായിരുന്നു അത് നമ്മളവിടെ കൊടുക്കുക. ഇവിടെ ഈ വ്യക്തിയുടെ 27,200 ആയിരുന്നു. അതിനൊക്കെ ഓരോ പീരീഡിലും 1/7/21 27,900. കാര്യം ഈ ഒരു വ്യക്തിയുടെ ഇൻക്രിമെൻ്റ് ഡേറ്റ് 5-ാം മാസമാണ് വരുന്നത്. അത് നമ്മൾ അവസാനം അത് എൻട്രി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. അങ്ങനെ ഓരോ പീരീഡിലും നമുക്ക് DA അനുവദിക്കപ്പെട്ട ഓരോ പീരീഡിലും നമുക്ക് എത്ര രൂപയായിരുന്നു നമ്മളുടെ ബേസിക് പേ അതിവിടെ ഇങ്ങനെ ഓരോരോ പീരീഡായിട്ട് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അവസാനം വരെ നമ്മൾ ഓരോ പീരീഡിലെയും ബേസിക് പേ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പം 1/1/2026 വരെയുള്ള നമ്മളുടെ ബേസിക് പേ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഏറ്റവും മുകളിലോട്ടായിട്ട് നമ്മൾ പോവുക. അവിടെ അടുത്തൊരു ഓപ്ഷൻ നമ്മൾ കാണാൻ കഴിയുന്നതാണ്. ഏറ്റവും മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും പ്രൊമോഷൻ ഗ്രേഡ് ഇൻക്രിമെൻ്റ് തീയതി ചേർക്കുക എന്നുള്ളത്. അതായത് നമുക്ക് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് DA അനുവദിക്കപ്പെട്ട മാസത്തിൽ നമ്മളുടെ ബേസിക് പേ എത്രയാണോ അതാണ് നമ്മളവിടെ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഈ തീയതിക്കിടയ്ക്കായിരിക്കും നമുക്ക് ഇൻക്രിമെൻ്റ് വരുന്നത്. ഇപ്പം ഈ ഒരു വ്യക്തിയുടെ കേസിലാണെങ്കിൽ 5-ാം മാസമാണ് ഈ വ്യക്തിയുടെ ഇൻക്രിമെൻ്റ് വരുന്നത്. അതല്ല ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഇടയ്ക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കാം, ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് എത്ര ഈ ഇൻക്രിമെൻ്റ് മാത്രം കിട്ടിയവരുടെ കേസിലാണെങ്കിൽ നമ്മൾ 5 കോളം അഡീഷണലായിട്ട് എൻ്റർ ചെയ്യുക. അതായത് 21, 22, 23, 24, 25 ഈ 5 വർഷങ്ങളിൽ കിട്ടിയ ഇൻക്രിമെൻ്റ് ആഡ് ചെയ്യാനായിട്ട് 5 കോളങ്ങൾ ആഡ് ചെയ്യുക. ഇനി അതല്ല ആ വ്യക്തിക്ക് ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്, പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനാനുപാതികമായിട്ട് നമ്മൾ കോളം ഇൻസേർട്ട് ചെയ്യുക. അതിനായിട്ട് നമ്മൾ ഈ ഒരു പ്രൊമോഷൻ ഇൻക്രിമെൻ്റ്
ഗ്രേഡ് ഇൻക്രിമെൻ്റ് തീയതി ചേർക്കുക എന്ന ഭാഗത്ത് എത്ര കോളമാണോ നമുക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്യേണ്ടത് അത്രയും തവണ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു കേസിൽ ഈ ഒരു വ്യക്തിക്ക് ഇൻക്രിമെൻ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനവിടെ 5 തവണ ക്ലിക്ക് ചെയ്യുന്നു. 5 തവണ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും 5 കോളം താഴെ ആഡ് ചെയ്ത് വന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അതിനകത്ത് നമ്മൾ ആദ്യം ഇവിടെ ഡേറ്റ് കിടക്കുന്നത് 8/3/26 എന്നുള്ളതാണ്. അത് ഇന്നത്തെ ഡേറ്റാണ് വരുന്നത്. അത് നമുക്ക് എന്നാണോ ഈ വ്യക്തിക്ക് ഇൻക്രിമെൻ്റ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഈ വ്യക്തിക്ക് ആദ്യം ഇൻക്രിമെൻ്റ് കിട്ടുന്നത് 2021 1/5/2021. അത് നമ്മളവിടെ എൻ്റർ ചെയ്യുക. ആ സമയത്ത് ഇൻക്രിമെൻ്റ് കിട്ടിയപ്പോൾ ആ മാസം ഈ വ്യക്തിയുടെ ബേസിക് പേ എത്രയായി. ആ വ്യക്തിക്ക് നമ്മൾ ആദ്യമേ കണ്ടായിരുന്നു 27,200 ആയിരുന്നു 1/1/2021. അങ്ങനെ 5-ാം മാസം ഇൻക്രിമെൻ്റ് കിട്ടി. അങ്ങനെ അത് 27,900 അത് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും. അത് കണക്ക് ഓരോ പീരീഡും. ഇനി ഇൻക്രിമെൻ്റ് കിട്ടിയത് അടുത്ത 1/5/2022 22-ലായപ്പം 27,900 കഴിഞ്ഞ് അടുത്ത ഇൻക്രിമെൻ്റ് നമുക്കറിയാം 28,700 അവിടെ വരും. അത് കണക്ക് ഓരോ പീരീഡിലെയും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഈ വ്യക്തിക്ക് ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രേഡ് അടുത്ത പീരീഡായിട്ട് അവിടെ എൻ്റർ ചെയ്താൽ മതി. ഇനി പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രൊമോഷൻ്റെ ഡേറ്റും എൻ്റർ ചെയ്ത് ആ ഒരു ബേസിക് പേയും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് കണക്ക് ഓരോ വർഷത്തെയും കാര്യങ്ങൾ. ഇവിടെ ഇൻക്രിമെൻ്റ് മാത്രമുള്ളായത് കൊണ്ടാണ് ഞാൻ അവിടെ ഇൻക്രിമെൻ്റ് തീയതി മാത്രം രേഖപ്പെടുത്തുന്നത്. മറ്റുള്ളവർ അതിനനുസരിച്ച് കോളങ്ങൾ ആഡ് ചെയ്ത് ആ ഒരു തീയതിയിൽ അവരുടെ ബേസിക് പേ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. ജസ്റ്റ് ഇതൊന്ന് നമ്മളൊന്ന് വെരിഫൈ ചെയ്യുക. ഇതിപ്പം പലർക്കും ഇതെങ്ങനെ സ്പാർക്കിൽ കയറി കണ്ടുപിടിക്കും. നമ്മളുടെ സ്പാർക്ക് ഓൺ മൊബൈലിൽ നിന്ന് നമുക്ക് ഈ ഒരു ബേസിക് പേ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം എൻ്റർ ചെയ്ത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം കുടിശ്ശിക DA കണക്കാക്കുക എന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓരോ മാസവും നമുക്ക് എത്ര DA ആണ് കിട്ടിയത്, എത്ര DA ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്, കുടിശ്ശിക എത്ര ശതമാനം, നമുക്ക് ആ ബേസിക് പേയും കുടിശ്ശികയും എത്ര രൂപയാണോ കിട്ടേണ്ടത് എന്ന് നമുക്കിവിടെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓരോ മാസത്തെയുണ്ട് 1/1/2021 മുതൽ ഉള്ള ഇതുവരെയുള്ള ഓരോ മാസത്തെയും വിവരങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അത് നമ്മളെല്ലാം കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോട്ട് ചെയ്യുക. ഓരോ മാസത്തെയും കണക്കുകൾ കൃത്യമായ കണക്കാണ്. നിങ്ങളുടെ ബേസിക് പേ മാറുന്നതനുസരിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു ടൂൾ തയ്യാറാക്കിയത്. അവസാനം നമുക്ക് എത്ര രൂപയാണോ കിട്ടേണ്ടത് അതിവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ആകെ കുടിശ്ശിക എന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്ര രൂപയാണോ കിട്ടേണ്ടത് അതിവിടെ കിട്ടും. അതിനുശേഷം ആ ഒരു പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രിൻ്റായിട്ടും എടുത്ത് ജസ്റ്റ് വെരിഫൈ ചെയ്യാനായാലും അത് പ്രിൻ്റായിട്ടും എടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു DA അരിയർ കാൽക്കുലേറ്ററിനെ സംബന്ധിച്ച്. തൊട്ട് താഴെ നമ്മൾ സോഷ്യൽ മീഡിയ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കും യൂട്യൂബ് ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ചാനൽ ഫോളോ ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.